പ്രിയപ്പെട്ടവരെ, സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായം 3-ാം തിരുവചനം നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം ഇങ്ങനെയാണ്: അവൻ യഥാകാലം ഫലം പുറപ്പെടുവിക്കും. വൃക്ഷങ്ങളെ കുറിച്ച് നമുക്കറിയാം, ഓരോ വൃക്ഷത്തിനും ഫലം പുറപ്പെടുവിക്കാനായിട്ട് ഓരോ കാലമുണ്ട്. ആ കാലങ്ങളല്ലാത്തപ്പോൾ അവ ഫലം പുറപ്പെടുവിക്കില്ല. ഇവിടെ ഹൃദയത്തിൽ വചനം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയണം, അവൻ യഥാകാലം ഫലം പുറപ്പെടുവിക്കും. അതായത് സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ആ വ്യക്തികളിൽ ഫലമുണ്ടായിരിക്കും. ഫലമെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായ സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശുദ്ധി, ആത്മസംയമനം പോലുള്ള ഫലങ്ങൾ. പ്രിയപ്പെട്ടവരെ, യഥാകാലം ഫലം പുറപ്പെടുവിക്കുന്നവരാകണോ ഹൃദയത്തിൽ വചനം സൂക്ഷിക്കുന്നവരായിട്ട് മാറുക. ഒരു കാര്യം നമുക്ക് ഓർമ്മയിൽ വേണം, അതായത് ഈശോ അത്തിവൃക്ഷത്തിന്റെ ചോട്ടിലേക്ക് അത്തിപ്പഴം അന്വേഷിച്ച് വരുമ്പോൾ അവിടെ വചനം എങ്ങനെ എഴുതിയിരിക്കുകയാണ്: അത് അത്തിപ്പഴങ്ങളുടെ കാലമായിരുന്നില്ല. നമ്മുടെ അടുത്തേക്ക് ഈശോ വരുമ്പോൾ സാഹചര്യം അനുകൂലമാകണമെന്നില്ല. സാഹചര്യം പ്രതികൂലമായി നിൽക്കുന്ന സമയത്തായിരിക്കും ഈശോ നമ്മിൽ നിന്ന് ഫലം അന്വേഷിച്ച് വരിക. നമുക്ക് ഹൃദയത്തിൽ വചനം സൂക്ഷിക്കാമെന്നേ, യഥാകാലം ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. ആമേൻ.